ഒന്നുകൂടെ പറ. ഞാൻ മറന്നുപോയായിരുന്നു വീഡിയോ കാണാൻ എനിക്ക്. പറ, എന്നൂടെ പറ. എന്നെ അടിക്കാതെ കാര്യം പറയാനാ പറഞ്ഞത്. എല്ലാം പാക്ക് ചെയ്തിരിക്കണം. ഞാൻ പോയി വരുമ്പോഴേക്കെല്ലാം പാക്ക് ചെയ്തിരിക്കണം. ഇത്ര വർഷമായിട്ടും ജനിപ്പിച്ച സ്വന്തം പപ്പയെ കണ്ടിട്ടില്ലേ? ഇല്ല, കണ്ടിട്ടില്ല. ഡു യു തിങ്ക് ദാറ്റ് സ്ട്രേഞ്ച്? യെസ്, മേ ബി ഇറ്റ് ഈസ്. ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലത്ത് ഒരു ഫോട്ടോയിൽ പോലും കണ്ടിട്ടില്ലെന്ന് പറയുമ്പോൾ ചിലർക്ക് അത് സ്ട്രേഞ്ച് ആയി തോന്നിയേക്കാം. എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും, എനിക്കറിയാം. ബിക്കോസ് ഐ ഹാവ് നെവർ ഡിസ്ക്ലോസ്ഡ് അബൌട്ട് ദിസ് ടു എനിവൺ. I didn't want people to know because they can't do anything about it. So then why now? This video is for my mom. അങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു കുറവും അറിയിക്കാതെ ഈ പുള്ളിക്കാരത്തി എന്നെ നോക്കിയിട്ടുണ്ട്. And today is her day. This video is specially for you, അമ്മ. എനിക്കറിയാം, ചെറുപ്പത്തിൽ ഞാൻ കുറച്ചൊക്കെ പിടിവാശിക്കാരിയായ കുട്ടിയായിരുന്നു. 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് 19ാമത്തെ വയസ്സിൽ അമ്മയുടെ കൂടെ ഞാനുണ്ട്. അന്ന് മുതൽ അമ്മ ഒറ്റക്കായിരുന്നു. അന്ന് അമ്മ നേരിട്ട പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കാൻ തക്ക ബുദ്ധിയും ബോധമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഇന്നെനിക്ക് ആ 18 വയസ്സെന്ന് പറഞ്ഞാൽ തീരെ ചെറുപ്പമാണ്. ആ നല്ല പ്രായത്തിൽ വലിയ വിദ്യാഭ്യാസമോ ലോകപരിചയമൊന്നും ഇല്ലാതെ ഒരു കുഞ്ഞായി തനിച്ചായി പോവാന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല അമ്മ. യു ആർ അമേസിങ് അമ്മ. യു റേസ്ഡ് മീ വിത്ത് ഓൾ ഡിഗ്നിറ്റി ആൻഡ് സ്ട്രെങ്ത്. താങ്ക് യു സോ മച്ച്. ഐ എം റിയലി പ്രൗഡ് ടു ബി യുവർ ഡോട്ടർ. വീട്ടിലെ എല്ലാ ജോലിയും അമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്ലംബിങ്, ഇലക്ട്രിക്, എന്തിന് മരം വെട്ടാൻ കയറുന്നത് വരെ. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അമ്മ വേറെ ആരെങ്കിലും വിളിച്ചാൽ പോരെ, അമ്മ തന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷേ ഇപ്പം എനിക്കറിയാം അമ്മ. യു ലേൺ എവറിത്തിങ് ടു സർവൈവ്, ടു ലിവ് യുവർ ഓൺ വിതൗട്ട് എനിവൺ ഹെൽപ്പ്. ഐ എം പ്രൗഡ് ഓഫ് യു അമ്മ. ലവ് യു സോ മച്ച്. ഹാപ്പി മദേഴ്സ് ഡേ.